ഇനി നമ്മൾ നോക്കിയിരിക്കുന്ന നമ്മുടെ റയാൻ കുട്ടൻ വരാൻ പോവാണ്. വിളിക്കാം. Yes. ലെറ്റ്സ് വെൽക്കം റയാൻ ഓൺ സ്റ്റേജ്. ആഹാ. മക്കളെ എന്ത് പറയുന്നു? സുന്ദരനുണ്ട്. അതെ, സുഖം തന്നെ. സുന്ദരകുട്ടനായിട്ടുണ്ട്. സുന്ദരകുട്ടപ്പൻ. പറഞ്ഞത് സ്റ്റെപ്പ് ഉണ്ടേ. ഇതെന്താ ഈ മുണ്ടൊക്കെ കൊടുത്ത് വരാൻ കാരണം? ഇന്ന് കായാമ്പൂ എന്ന് പറയുന്ന പാട്ടാ. അതുകൊണ്ടാണ് മുണ്ടെടുത്തത്. പക്ഷെ ഇന്ന് പാടേണ്ട പാട്ട് ഏതെന്ന് അറിയാ? സുന്ദരൻ സുന്ദര അല്ലെ, അതല്ലേ വേണ്ടേ? മധുസാറിനെ കൊറേ നാളായി കണ്ടിട്ട്. അതെ, എന്തൊക്കെയുണ്ട് ഇവിടുത്തെ വിശേഷങ്ങൾ? എന്തൊക്കെ നടന്നു ഇവിടെ? കളിപ്പാട്ടമായി കൺമണി എന്ന് പറയുന്ന പാട്ട് പാടി, പിന്നെ സോനാരെ സോനാരെ പാടി. ചേട്ടാ ശരിക്കും മിസ് ചെയ്തു കേട്ടോ. അയ്യോ, ഞാൻ അപ്പൊ നല്ല നല്ല മുഹൂർത്തങ്ങൾ ഞാൻ മിസ് ചെയ്തു. അയ്യോ, അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ഇനി നല്ല നല്ല മുഹൂർത്തങ്ങൾ എനിക്ക് സമ്മാനിച്ചാ മതി, നമുക്ക് എല്ലാവർക്കും. ഓക്കെ ഓക്കെ. ഏത് പാട്ടാന്ന് പാടുന്നേ? കായാമ്പൂ കണ്ണിൽ ആ, അത് പറഞ്ഞല്ലോ അല്ലേ? അത് സൂപ്പറാണ്. അത് മോന്റെ പാട്ട് കേൾക്കണം, റയാന്റെ പാട്ട് കേൾക്കണം. അതിനു മുമ്പ് ഇവിടെ ഒരാളുടെ പാട്ടുണ്ട്. ആരാ? അത് ആരുടെ പാട്ടാണെന്ന് പറയണം, ആരുടെ ശബ്ദമാണെന്ന് പറയണം. റിയങ്കോട്ടാ റെഡിയാണോ? റെഡി. ഓക്കെ. എന്റെ ചിന്തകൾക്കു ചിറകുകൾ നൽകി ദൂരങ്ങളിൽ പറക്കാൻ, എന്റെ സ്വപ്നങ്ങൾക്കു വെളിച്ചം നൽകി മുന്നോട്ടെന്നെ നയിക്കാൻ. നിന്റെ കണ്ണിലൂടെ ഞാൻ കണ്ടു, എന്റെ ലോകം കണ്ടറിഞ്ഞു. നിന്റെ കണ്ണിലൂടെ ഞാൻ കണ്ടു, എന്റെ ലോകം കണ്ടറിഞ്ഞു. എന്റെ ലോകത്തിനു നിറമില്ലെങ്കിലും നിന്റെ കൺപിടിച്ചു ഞാൻ നടന്നു. നിറമുള്ള ലോകം ഞാൻ അറിഞ്ഞു. എന്റെ ലോകത്തിനു നിറമില്ലെങ്കിലും നിന്റെ കൈപിടിച്ചു ഞാൻ നടന്നു. നിറമുള്ള ലോകം ഞാൻ അറിഞ്ഞു. മിഴികളിൽ മാത്രമാണന്ധകാരം, മനമതിൽ നേരിന്റെ പൊൻവെളിച്ചം. മിഴികളിൽ മാത്രമാണന്ധകാരം, മനമതിൽ നേരിന്റെ പൊൻവെളിച്ചം. ഉൾവെളിച്ചത്തിൽ നടക്കും ഞങ്ങളെ നിങ്ങളാരും തളർത്തിടല്ലേ. ഈ ലോകം ഞങ്ങളും കണ്ടിടട്ടെ. ഉൾവെളിച്ചത്തിൽ നടക്കും ഞങ്ങളെ നിങ്ങളാരും തളർത്തിടല്ലേ. ഈ ലോകം ഞങ്ങളും കണ്ടിടട്ടെ. സൂപ്പർ സൂപ്പർ. എന്റെ സ്കൂളിലെ ബിനുചേട്ടൻ. ബിനുചേട്ടനാണോ? ഞാനൊന്ന് കണ്ടോട്ടെ. സൂപ്പറായിട്ട് പാടി. സൂപ്പർ സൂപ്പർ. നല്ല വോയിസും നല്ല പാട്ടും അല്ലേ? നല്ല പാട്ടും നല്ല വോയിസും. എന്താ ഇവിടെ വരാതിരുന്നേ ടോപ്പ് സിംഗറിലേക്ക്? അവസരം അത്രയ്ക്ക് അങ്ങോട്ട് ലഭിച്ചില്ല. ആണോ? ആണോ? അതൊക്കെ കിട്ടും കേട്ടോ. ഇഷ്ടം പോലെ അവസരങ്ങൾ ഉണ്ടാവട്ടെ ജീവിതത്തിൽ. താങ്ക് യു. എത്രയിലായി ഇപ്പോ? 7 7 ഓ ശരി. ബിനുകുട്ടൻ അസലായിട്ട് പാടി കേട്ടോ. താങ്ക് യു. അതിങ്ങനെ ഉള്ളിലേക്കാണ് കയറുന്നത് ശരിക്കും. അതെ 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 അതെ. അത് ഹൃദയത്തിന്റെ പാട്ടാണ്. ബ്യൂട്ടിഫുൾ, വെരി ബ്യൂട്ടിഫുൾ. റിയങ്കോട്ടൻ കണ്ടുപിടിച്ചേ. ഇനിയുണ്ട് സർപ്രൈസ്. ഓ, ഇനി കുറച്ച് ആൾക്കാര് കൂടി ഇവിടെ ഉണ്ട്. റിയാൻകുട്ടന്റെ പേര് വിളിക്കും അവര്. ഓക്കെ. അപ്പൊ ആരൊക്കെയാന്ന് പറയണം കേട്ടോ. പറയാം. കണ്ടുപിടിക്കാൻ റെഡി നോക്കാം. സ്റ്റാർട്ട്. റിയാനെ. ആരാ? നഹമ്മൽ ചേട്ടൻ. ഇനി അടുത്തത് ആൽഫ്രഡ്. എല്ലാം കൂട്ടുകാരാണല്ലേ? എന്റെ ക്ലാസ്മേറ്റ് അവൻ ആണല്ലേ? അടുത്തതാരാ? റിയാനെ. കെൽവിൻ ചേട്ടൻ. പിടിച്ചേ. റിയാനെ. ഭദ്ര ചേച്ചി. റിയാനെ. മുഹമ്മദ് ചേട്ടൻ. ജെയ്സൺ സാറ്. എത്ര പേരാ വന്നേക്കണല്ലേ? ഇനി ആരാ? റിയാനെ. മിശ്രിയ.
റിയാനെ അൻഹ ചേച്ചി, റിയു, സബീന ടീച്ചർ, റിയാൻ കുട്ടാ, എബിസോർ, റിയാനെ, പ്രവീണ ടീച്ചർ. ഒരു രക്ഷയില്ല. ആഹാ, കൊള്ളാം. എല്ലാവരും. സൂപ്പർ സൂപ്പർ. 100 അതെ, മിടുക്കൻ. എന്തൊരു സന്തോഷമാണ് റിയാൻ കുട്ടന്റെ അതെ മുഖത്ത്. അത് ഓരോരുത്തരുടെ പേര് ഇങ്ങനെ പറയുമ്പോഴും ആ കൈ കൊണ്ട് ഇങ്ങനെ അടിക്കുക, സന്തോഷം കൊണ്ട് ഇങ്ങനെ. എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇവിടെ വന്നല്ലോ ഈ പാട്ട് കേൾക്കാന്നുള്ളതാണ് അതെ, അല്ലേ? അതെ, അതെ. റിയാൻകുട്ടൻ പാടുന്ന പാട്ടും അത്രയും മനോഹരമാണ്. കായാമ്പൂ thank you, sir. കായാമ്പൂ കണ്ണിൽ വിടരും കമലതളം അല്ലേ? ആ റിയാൻകുട്ടൻ എപ്പോഴും അവിടെ പാടാറുണ്ടോ? ആ പ്രോഗ്രാം ഒക്കെ ചെയ്തു ആണല്ലേ? ചെയ്തെന്നല്ല. പ്രോഗ്രാം അല്ലാതെ ക്ലാസ്സിൽ പാടാറില്ലേ? ആ വെറുതെ പാടാറുണ്ട്. ഇല്ലേ? ഇവരൊക്കെ ചോദിക്കാറില്ലേ ഒരു പാട്ട് പാടാമോ എന്ന്? എന്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ട് ആരവ് എന്ന് പറഞ്ഞിട്ട്. ആരവ്. അവൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, റിയാനെ കണ്ണാടി പൂവേ ആണല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണ് റിയാൻകുട്ടന്റെ പാട്ട്. റിയാന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ബിനു ചേട്ടൻ, ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പൊ പാടിയ ആള്. പിന്നെ ഉം. മുഹമ്മദ് ചേട്ടനില്ലേ റിയാനെ അങ്ങനെ വിളിച്ചത്. അതെ, ആ ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാളാണ്. ഓക്കെ. അപ്പൊ നമുക്ക് മുഹമ്മദിനോട് ചോദിക്കാം റിയാനെ കുറിച്ച് എന്താ പറയാനുള്ളത്? റിയാനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഒരു നല്ല കുട്ടിയാണ്. നല്ല കുട്ടിയാണ്. ഞാൻ കണ്ടതിൽ വെച്ച് ഞങ്ങളുടെ സ്കൂളില് ഏറ്റവും ഒരു സ്നേഹമുള്ള ഒരു കുട്ടിയായി റിയാൻ. താങ്ക് യു. മുഹമ്മദ് സ്കൂൾ ലീഡർ അല്ലേ? ആ എനിക്കറിയാം. ഭയങ്കര പിടിക്കാനാണേ. പിന്നെ റിയാൻ കുട്ടനെ പറ്റി വേറെ എന്താ പറയാനുള്ളത്? പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ നല്ല അടിപൊളി എപ്പോഴും പാട്ടുകാരനാണ്. പാടിക്കൊണ്ടിരിക്കുവോ ക്ലാസ്സിലൊക്കെ? ക്ലാസ് ഞാൻ അവന്റെ ക്ലാസ്സിലല്ല. അതാണല്ലോ ചേട്ടൻ അല്ലേ? സ്കൂളില് എപ്പോഴും പാടാറുണ്ടോ? ആ സ്കൂളിൽ പാടാറുണ്ട്. അവൻ പാടുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? കഴിഞ്ഞ ആനിവേഴ്സറിക്ക് അങ്കുവാനക്കോണ്ടിൽ എന്ന് പറഞ്ഞ ആ പാട്ട് അവൻ പാടിയിരുന്നു. ആണല്ലേ? ഇതിന്റെ ഓർമ്മ വെച്ചത് കണ്ടോ പറഞ്ഞത്? ഈ കൂട്ടത്തിലൊരു മിമിക്രീന്റെ മണം. അതാരാ ചെയ്യണേ? ആരാ? നഹമ്മൽ ചേട്ടൻ ഉണ്ട്, മുഹമ്മദ് ചേട്ടൻ ഉണ്ട്. ടീച്ചറുടെ അടുത്തിരിക്കുന്ന ആരോ ആണ്. ആരാണ്? അതെ, പേരെന്താ? നെഹമൽ. ഞാനാണ് മിമിക്രിയുടെ മാസ്റ്റർ. ആണോ? മിമിക്രിയുടെ മാസ്റ്റർ. എന്നാ കേക്കട്ടെ മാസ്റ്ററെ. ആദ്യമായി ഒരു കുഞ്ഞു കരയുന്ന ശബ്ദം. ഓക്കെ. ആ, കൊള്ളാലോ. ഇനിയോ അടുത്തതോ? അടുത്തത് ഒരു പട്ടി വരക്കുന്ന ശബ്ദം. അത് കൊള്ളാലോ. സുഭാഷ്. അടുത്തതായി പട്ടിയുടെ മേത്ത് ഒരു വികൃതിയായ കുട്ടി കല്ലെറിയുന്നത്. ഓക്കെ. ഓക്കെ. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. ഇത്രയൊക്കെ ഉള്ളൂ. മാസ്റ്റർ വെരി ഗുഡ്, വെരി ഗുഡ്. സൂപ്പറായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും റിയാന്റെ പാട്ട് കേൾക്കാം. ആ. എല്ലാവരും റെഡി അല്ലേ? ആവേശം. റിയാൻ എല്ലാവരും റെഡിയാണേ? ഓ എന്നാ തുടങ്ങാം. ഡീറ്റെയിൽസ് പറഞ്ഞേ. സിനിമ നദി, ആ. വർഷം 1969, ഓ. മ്യൂസിക് ദേവരാജൻ മാസ്റ്റർ, ആ, ലിറിക്സ് വയലാർ രാമവർമ്മ സാർ, പാടിയത് 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 KJ യേശുദാസ് സാർ. വെരി ഗുഡ്. എന്നാ നമുക്ക് തുടങ്ങിയാലോ? ഇപ്പൊ പാടിക്കോ റിയാൻ കുട്ടാ. യെസ്. Thank ഓൾ ദി you. ബെസ്റ്റ്. All the best. All the best. താങ്ക് യു. ആ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 153 154 155 156 157
ഭൂമിക്ക് ചാർത്തും പുഴയുടെ ഏകാന്ത പൊളിടത്തിൽ പൊന്നരഞ്ഞാണം ഭൂമിക്ക് ചാർത്തും പുഴയുടെ ഏകാന്ത പൊളിടത്തിൽ നിമൃദു സ്മേരത്തിൻ ഇന്ദ്രജാലം കണ്ടു നിമൃദു സ്മേരത്തിൻ ഇന്ദ്രജാലം കണ്ടു നിത്യവിസ്മയവുമായി ഞാനിറങ്ങി നിത്യവിസ്മയവുമായി ഞാനിറങ്ങി സഖി ഞാനിറങ്ങി കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചുടികളിൽ നിന്നാലിപ്പഴം പൊഴിയും നിന്നെ കുറിച്ചു ഞാൻ പാടിയ പാട്ടിന് നിരവധിയോളങ്ങൾ ശ്രുതിയിട്ടു നിന്നെ കുറിച്ചു ഞാൻ പാടിയ പാട്ടിന് നിരവധിയോളങ്ങൾ ശ്രുതിയിട്ടു നിൻ മനോരാജ്യത്തെ നീലക്കടമ്പിൽ നീ നിൻ മനോരാജ്യത്തെ നീലക്കടമ്പിൽ നീ എൻ്റെ ഈ കളിത്തോണി കെട്ടിയിട്ടു എൻ്റെ ഈ കളിത്തോണി കെട്ടിയിട്ടു സഖി കെട്ടിയിട്ടു കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചുടികളിൽ നിന്നാലിപ്പഴം പൊഴിയും വെരി ഗുഡ് റയാൻ, വെരി നൈസ്, വെരി നൈസ്. ഓ താങ്ക് യു സർ. അതെ അതെ. ബിനിച്ചേട്ടാ എന്തോ എങ്ങനെയുണ്ടായിരുന്നു റിയാന്റെ പാട്ട്? അടിപൊളിയായിരുന്നു. രണ്ടുപേരും കൂടെ ഒരു പാട്ട് കേൾക്കാൻ പറ്റുമോ? ഒരുമിച്ച് പാടാറുണ്ട്? ഒരുമിച്ച് പാടാറോ? പാടാറൊക്കെ ഉണ്ട് ചില സമയത്ത്. ഏത് പാട്ട്? ഏത് പാട്ടാ? അങ്ങ് പാടിയാലോ? ആ പാടാം. യെസ് ആ സ്റ്റേജിലേക്ക് വിളിക്കാം നമുക്ക് വിളിക്കാം, ബിനി വിളിക്കാം, ചേട്ടനെയും വിളിക്കാം. കൂടി. ബിനിച്ചേട്ടാ എന്തോ നമുക്ക് ആദ്യം ഫ്ലൂട്ടിൽ കേൾക്കാൻ പറ്റുമോ? അങ്ങ് വായനക്കോണിലെ. ആ ആ ആഹാ. ആ. താങ്ക്സ്. വെരി ഗുഡ്, വെരി ഗുഡ്. ബിനിച്ചേട്ടാ ഞാൻ കുറെ വർഷമായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ് ഇതിലൊരു ശബ്ദം കേൾപ്പിക്കാനായി. ഇതുവരെ പറ്റിയിട്ടേ ഇല്ല. ഇതെങ്ങനെയാണ് ഈ മാജിക് പറ്റുന്നത്? സ്കൂളിൽ എന്റെ അജി എന്ന് പറഞ്ഞൊരു അങ്കിള് പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിക്കുന്നുണ്ടല്ലേ? ആ, നാലാം ക്ലാസ്സിൽ ഗംഭീരാണ് കേട്ടോ, പഠിപ്പിക്കുന്നുണ്ട്. ഗംഭീരം, അതെ, ഗംഭീരം, ഗംഭീരം. ഇത് 2 ഒക്ടേവ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കറക്റ്റ് ആയിട്ട് മുകളിൽ വായിച്ചപ്പോ താഴത്തെ ഒക്ടേവും കൂടി. ബുദ്ധിമുട്ടാ ശബ്ദം വരാൻ വേണ്ടിട്ട്. അതെ, ഇനി രണ്ടുപേരും കൂടെ ഒരു പാട്ട് പാടി കേൾപ്പിക്കാം. പിടിച്ചോ, മൈക്ക് പിടിച്ചോ. കൺമണി പൂവേ കണ്ണാടി പൂവേ കണിപ്പൂവേ
മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ, പുഞ്ചിരിക്കാറ്റെ പാറും പൂമ്പാറ്റെ കുരുങ്ങാറ്റെ, ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടെ, കിളിപ്പൂമകളെ നീ അലിയും പൂന്തണലാണ്, ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻകുടമാണ്, അലിവോടെ തൊടും സാന്ത്വനമാണ്. ഇതിലെ വാ, ഇതിലെ വാ, കനവിലെ ചിറകുമായി, പകലിലെ വഴികളിൽ വെയിലുപോലണയുവാൻ. ആ കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ, മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ. സൂപ്പർ. കാലക്കി രണ്ടുപേരും കാലക്കി. രണ്ടുപേരും അടിപൊളി. അതെ, ഇവിടെ നമ്മുടെ കൂടെ ജെയ്സൺ സാറുണ്ട്, ആലുവ സ്കൂൾ ഫോർ ബ്ലൈൻഡില്. സർ ഒന്ന് പറയാമോ, ഒന്ന് പറയാമോ സ്കൂളിനെ കുറിച്ച്? ഞങ്ങളുടെ സ്കൂള് 1962 സ്ഥാപിക്കപ്പെട്ടതാണ്. എറണാകുളം ജില്ലയിൽ കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരേ ഒരു സ്കൂളാണ് കേരള ബ്ലൈൻഡ് സ്കൂൾ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നത്. ഇതുവരെ 700-ലധികം വിദ്യാർത്ഥികൾ പഠിച്ചു പോയിട്ടുണ്ട്. വിവിധ മേഖലകളിൽ, ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, ബാങ്ക് മാനേജേഴ്സ്, പ്രൊഫസേഴ്സ്, ടീച്ചേഴ്സ്, മ്യൂസീഷ്യൻസ് ഉണ്ട്. അങ്ങനെ വിവിധ നിലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരാണ് ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികൾ. അതിലൊരു വിദ്യാർത്ഥി അസ്ന അസ്ലം സ്കൂളിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ശ്രീമതി ഗീതു മോഹൻദാസിന്റെ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച് ദേശീയ അവാർഡ് വാങ്ങിയ താരമാണ്. അതിൽ ഏറ്റവും രസകരമായ വസ്തുത, ഈ അസ്ന 11ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ സിനിമയെ പറ്റിയും അസ്നയെ പറ്റി അസ്ന തന്നെ പഠിക്കാനൊരു അവസരം ഉണ്ടായി. അസ്നയ്ക്ക് വളരെ കൗതുകരമായ ഒരു അനുഭവമായിരുന്നു. റയാൻ ഞങ്ങളുടെ ഇളം തലമുറയിലെ ഒരു പൊന്നുമോനാണ്. റയാനും ബിനുവും വളരെ മികച്ച രീതിയിൽ പഠന കാര്യത്തിലാണെങ്കിലും പെർഫോമൻസിൻ്റെ കാര്യത്തിലാണ് മുന്നോട്ട് പോകുന്നു. അതുപോലെ ഞങ്ങളുടെ സ്കൂള് യൂത്ത് ഫെസ്റ്റിവലൊക്കെ വളരെ മികച്ച പ്രകടനം വർഷങ്ങളായിട്ട് നടത്തുന്നു. ഞങ്ങൾക്കൊരു ബാൻഡ് ട്രൂപ്പുണ്ട്. ബിനുവും റയാനും ആ ബാൻഡ് ട്രൂപ്പിലെ മെമ്പേഴ്സാണ്. കഴിഞ്ഞ വർഷം ഫസ്റ്റ് പ്രൈസ് നേടിയ ടീമിലെ മെമ്പേഴ്സാണ്. ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ സ്കൂളിലെ മത്സരമാണോ? സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ റയാന്റെ തൊണ്ട ഒരു പ്രശ്നമായതുകൊണ്ട് ഇപ്പൊ ഇച്ചിരി റയാൻ അല്പം ഒന്ന് പിൻവലിഞ്ഞു നിൽക്കുവാണ്. ചേട്ടാ എന്തോ അറിയാൻ കൂടാ, എന്തോ ഞാൻ അങ്ങോട്ട് വരട്ടാ. എന്തിനാന്നറിയോ, ഒരു സംഭവം ഉണ്ട്, ഒരു പ്രൈസ് തരാനാ. എന്താ? മാർക്കാ? ദ ബെസ്റ്റ് പെർഫോമൻസ് ഓഫ് ദ ഡേ. പക്ഷെ മാർക്ക് തന്നിട്ട് വേണം അങ്ങോട്ട് വരാൻ. ഓക്കെ ഓക്കെ ഓക്കെ. റിയാൻകുട്ടന് ഇന്ന് 98 ഔട്ട് ഓഫ് 100. താങ്ക് യു സാർ. ഉള്ളിലുള്ള പെരുമ്പരക്കനലു പുഞ്ചിരിക്കുളിരു ചൂടാറായില്ലേ ആയില്ലേ, സ്നേഹമാർന്നവന ഭംഗി നീട്ടുമണി സാന്ത്വനത്തണലിടാവോളം ചേർന്നു നിന്നു മലർമേടു വച്ച കണി കണ്ടുണർന്നു മനം വീണ്ടും പാടുന്നേ പാടുന്നേ. സംഭവം തരട്ടെ. രണ്ടുപേർക്കും നമ്മുടെ വില്ലി വൈറ്റ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആണ് കേട്ടോ. താങ്ക് യു സാർ. അപ്പൊ റയാൻ കുട്ടനാണ് ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ. മധു സാറേ, എന്തോ സാറിനും കൂടി അറിയാൻ വേണ്ടി ഒന്ന് പറഞ്ഞോട്ടെ. എന്താണ്? എനിക്ക് പേടിയാവണം ഇങ്ങനെ പറയുമ്പോ. എന്താണ്? വേറെ ഒന്നുമില്ല, എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, എന്തായിരുന്നു? ദാസ് സാറിനെ ഒന്ന് കാണാൻ. ദാസ് സാറിനെ വീഡിയോ കോളിൽ കണ്ടാ മതിയോ? വീഡിയോ കോൾ എപ്പോഴെങ്കിലും റയാൻ കുട്ടൻ ഇവിടെ ഉള്ളപ്പോ വീഡിയോ കോളിൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ ഓക്കെ സാർ. ഓക്കെ. അപ്പൊ ശരിക്കും മനസ്സ് നിറഞ്ഞ ഒരു പെർഫോമൻസ് ആയിരുന്നു അല്ലെ? ശരിക്കും അതെ. ഇപ്പൊ കൺമണി പൂവെ രണ്ടുപേരും കൂടെ പാടിയപ്പോഴത്തേക്കും അത് ആണ് പാട്ടിന്റെ അനുഭവം. അത് മാത്രമാണ് പാട്ടെന്ന് ഞാൻ വിചാരിക്കണേ, അല്ലേ മധു? ഈസ് ഇറ്റ് നോട്ട്? തീർച്ചയായിട്ടും. വിനുചേട്ടന്റെ പാട്ട് കേട്ടപ്പോ തോന്നി ഇതില് ഈ ടോപ്പ് സിംഗർ സീസൺ 6 ഒരു മെമ്പർ ആക്കാമായിരുന്നു. അതെ 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 അതെ. ബിനുചേട്ടാ, എന്തോ ഇനി വരുവോ? ടോപ്പ് സിംഗറിൽ വരുവോ? വരാൻ ശ്രമിക്കാം. വരാൻ ശ്രമിക്കില്ല, വരണം. വരുവോ? ആ വരുന്നു പറയൂ.
വരും. ആ, വരും. വരും. അതെ അപ്പൊ Okay, എം ജെ അങ്കിള് നമുക്കും ഇന്നത്തെ എപ്പിസോഡ് ഒത്തിരി സ്പെഷ്യൽ ആയിരുന്നു അല്ലേ? നമ്മുടെ റയാൻകുട്ടന്റെ കൂടെയുള്ള ഒത്തിരി പേരെ നമ്മൾ കണ്ടു, ഇത്രയും വർത്താനം പറഞ്ഞു, എന്നെ സന്തോഷത്തിൽ എല്ലാരും ഇരിക്കുന്നതെന്ന്. അതെ. ഞങ്ങൾക്കും അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ ഒത്തിരി സന്തോഷത്തിൽ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഒത്തിരി സന്തോഷത്തിൽ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ സി യു. ടാറ്റ കൊടുത്തേക്ക് ബിനു ചേട്ടനും റിയാൻ ചേട്ടനും. ടാറ്റാ. ഗുഡ് നൈറ്റ്.